ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ബൂട്ട്സ്ട്രാപ്പിലെ ലേഔട്ടിനെ കുറിച്ചാണ്. ലേഔട്ടിൽ കണ്ടെയ്നർ എന്ന് പറയുന്ന ക്ലാസ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സോ നമ്മൾ ഇവിടെ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ബൂട്ട്സ്ട്രാപ്പ് വെബ്സൈറ്റിൽ നമ്മളിവിടെ ഡോക്സ് എന്ന് പറയുന്ന ഈ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നമ്മളിവിടെ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ഡോക്യുമെൻറ്റേഷൻ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. സോ നമുക്ക് ആവശ്യമുള്ള കണ്ടൻറ്റ് കാണണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഡോക്യുമെൻറ്റേഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ കണ്ടെയ്നേഴ്സിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ബൂട്ട്സ്ട്രാപ്പിലെ ബ്രേക്ക് പോയിൻറ്റ്സിനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. സോ ബ്രേക്ക് പോയിൻറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ബൂട്ട്സ്ട്രാപ്പ് മെയിൻലി യൂസ് ചെയ്യുന്നത് നമ്മൾ റെസ്പോൺസീവ് വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. സോ റെസ്പോൺസീവ് വെബ്സൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട പോലെ നമ്മുടെ ഡിവൈസിൻ്റെ സ്ക്രീൻ സൈസ് കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് നമ്മുടെ HTML എലമെൻറ്റ് അത് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നു, പ്രത്യേക സ്റ്റൈലിലായിട്ട് ഓരോ പോയിന്റിലും നിൽക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിച്ചു. നേരത്തെ നമ്മൾ ബൂട്ട്സ്ട്രാപ്പിൻ്റെ വെബ്സൈറ്റ് നമ്മൾ അതുപോലെ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചു. ഇതുപോലെ നമ്മുടെ ഡിവൈസിൻ്റെ സ്ക്രീൻ സൈസ് കൂടുന്നതിനോ കുറയുന്നതിനോ അനുസരിച്ച് നമ്മുടെ HTML എലമെൻറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഓരോ പോയിൻറ്റ്സിനെയാണ് നമ്മൾ ബ്രേക്ക് പോയിൻറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രേക്ക് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് റെസ്പോൺസീവ് ഡിസൈനിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. സോ പ്രധാനമായും 6 തരത്തിലുള്ള ബ്രേക്ക് പോയിൻറ്റ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. എക്സ്മാൾ അഥവാ എക്സ്ട്രാ സ്മാൾ, സ്മോൾ, മീഡിയം, ലാർജ്, എക്സ്ട്രാ ലാർജ്, ഡബിൾ എക്സ്ട്രാ ലാർജ്, ഇവയാണ് പ്രധാനപ്പെട്ട 6 ബ്രേക്ക് പോയിൻ്റ് എന്ന് പറയുന്നത്. സോ ഇതിൽ നമുക്കിവിടെ ഇതിൻ്റെ ഡയമെൻഷനും കാണാൻ സാധിക്കും. 1400 പിക്സലിൽ കൂടുതലാണെങ്കിൽ നമുക്ക് ഒരു പ്രത്യേക രീതിയിലായിരിക്കും നമുക്ക് കാണുന്നത്. അത് 1200 കുറയുമ്പോൾ അതിലെ കണ്ടന്റിന് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നതായിരിക്കും. അതുപോലെ 992 പിക്സലിൽ കുറയുമ്പോൾ അതിനും മറ്റൊരു സ്റ്റൈലായിരിക്കും ആ വെബ്സൈറ്റിൽ ലഭിക്കുക. അതുപോലെ 768 പിക്സലിൽ കുറയുമ്പോൾ വേറൊരു സ്റ്റൈൽ ലഭിക്കുന്നു. അതുപോലെ 576 പിക്സലിൽ വേറൊരു സ്റ്റൈൽ ലഭിക്കുന്നു. 576 പിക്സലിൽ കുറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു സ്റ്റൈൽ ലഭിക്കുന്നു. സോ ഇതിൻ്റെ ക്ലാസ് നെയിം നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണും. എക്സ്ട്രാ സ്മാളിന് പ്രത്യേക ക്ലാസ് നെയിം ഇല്ല. സ്മോളിനാണെങ്കിൽ SM എന്ന് പറയുന്ന ക്ലാസ് നെയിമാണ്. അതുപോലെ മീഡിയത്തിന് MD, അതുപോലെ ലാർജിന് LG, എക്സ്ട്രാ ലാർജിന് XL, ഡബിൾ എക്സ്ട്രാ ലാർജിന് XXL, ഇവയാണ് ഓരോ ക്ലാസ് നെയിം. 1400 പിക്സലിൽ നമ്മൾ കാണുന്ന ഒരു വെബ്സൈറ്റ് ആയിരിക്കില്ല നമ്മൾ 768 പിക്സലിൽ കാണുമ്പോഴുള്ള അതിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത്. ആ ഒരു മാറ്റം വരുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ ബ്രേക്ക് പോയിന്റ് എന്ന് പറയുന്നത്. സോ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ലൈവ് ഒരു വെബ്സൈറ്റിൽ നോക്കാം. സോ നമ്മളിവിടെ ബൂട്ട്സ്ട്രാപ്പ് വെബ്സൈറ്റ് തന്നെ ഓപ്പൺ ചെയ്യുന്നു. സോ ഞാനിവിടെ ഈ ഏതെങ്കിലും ഒരു ടാബിൽ ക്ലിക്ക് ചെയ്യാം. സോ ഇതിൽ നമുക്ക് എക്സാമ്പിൾസ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയാണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് കാണുന്നത്. സോ ഞാനിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഇൻസ്പെക്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇൻസ്പെക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച ബ്രേക്ക് പോയിൻറ്റ്സിൻ്റെ വിഡ്ത്ത്, നമ്മുടെ സ്ക്രീൻ സൈസിൻ്റെ വിഡ്ത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ 1476 ഇപ്പോഴുള്ളത്. അതായത് നമ്മൾ നേരത്തെ പഠിച്ചത് 1400 കൂടുതലാണെങ്കിൽ അത് XXL ആണ്. സോ XXL ആകുമ്പോൾ നമുക്ക് കാണുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. ഇനി ഞാനിതിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ സൈസ് കുറക്കുകയാണ്. ഓക്കെ, സ്ക്രീൻ സൈസ് കുറക്കുകയാണ്. സോ നമുക്ക് നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ നിന്ന് ലഭിക്കുന്നില്ലെങ്കിൽ ഈ ഒരു ഐക്കണിൽ, ഈ ഒരു മൊബൈലിൻ്റെയും ടാബിൻ്റെയും ചിഹ്നമുള്ള ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇത് ഓഫ് ചെയ്താൽ ഇതുപോലെ ലഭിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം ഇതിൻ്റെ സൈസ് ഇങ്ങനെ കുറക്കുകയാണ്. നിങ്ങളോട് പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഭാഗത്ത് 1400 കുറയുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലേഔട്ട് ഒന്ന് മാറുന്നതായിരിക്കും. ഓക്കെ, ലേഔട്ടിൻ്റെ സ്റ്റൈൽ ഒന്ന് മാറുന്നതായിരിക്കും. സോ ഞാനിങ്ങനെ കുറച്ച് കൊണ്ടുവരുന്നു. 1400 ആയി കഴിഞ്ഞാൽ കണ്ടോ അതിൻ്റെ സ്റ്റൈൽ ഒന്ന് മാറുന്നതായിരിക്കും. അതുപോലെ അടുത്തത് 1200 പിക്സലാണ്, അതായത് ലാർജ്. 1200 കുറഞ്ഞപ്പോൾ മറ്റൊരു മാറ്റം വന്നു. അതുപോലെ ഇനി 992 അടുത്ത പോയിന്റ്. 992 വീണ്ടും ഒരു മാറ്റം വന്നു. സോ അതുപോലെ നമ്മൾ ഇനിയും കുറക്കുകയാണെങ്കിൽ 768 അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. ബ്രേക്ക് പോയിന്റ് എന്ന് പറയുന്നത് 768 പിക്സലാണ്. സോ ഇപ്പോൾ നമ്മുടെ 768 പിക്സൽ കുറഞ്ഞപ്പോൾ ഈ മെനു എല്ലാം ഈ ഒരു സൈഡിലോട്ട് മാറി. സോ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മെനു ലഭിക്കുന്നതായിരിക്കും. സോ 768 പിക്സലിൽ എത്തിയപ്പോഴാണ് നമ്മൾ അത് സംഭവിച്ചത്. സോ നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ മാറ്റം. ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ ബേസിക്കലി ബ്രേക്ക് പോയിന്റ് എന്ന് പറയുന്നത്. ഇതും കുറച്ച് കഴിഞ്ഞാൽ 572 ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ബട്ടൻ്റെ സ്റ്റൈലെല്ലാം മാറി. താഴോട്ട് പോയി കഴിഞ്ഞാൽ താഴെ ഉണ്ടായിരുന്ന ആ പിക്ചറിൻ്റെ സ്റ്റൈലെല്ലാം മാറിയതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഇതുപോലെ ഞാൻ ഇവിടുന്ന് കൂട്ടിക്കഴിഞ്ഞാൽ ഓരോ ബ്രേക്ക് പോയിന്റിലും ഇതിൻ്റെ മാറ്റം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ നമ്മുടെ ലേഔട്ട് നമ്മുടെ സ്ക്രീൻ വിഡ്ത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന ആ ഓരോ പോയിന്റിനെയാണ് നമ്മൾ ബ്രേക്ക് പോയിന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്ക് സംഭവം മനസ്സിലായെന്ന് കരുതുന്നു. പ്രധാനപ്പെട്ട ബ്രേക്ക് പോയിന്റ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു, 6 തരത്തിലുണ്ട്. സോ അതിനനുസരിച്ചിട്ടുള്ള ഡയമെൻഷനും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ ക്ലാസ് നെയിമും നമ്മളിവിടെ കാണാൻ സാധിക്കും. നമ്മളിത് ബൂട്ട്സ്ട്രാപ്പിൽ എല്ലാ കമ്പോണൻസിൻ്റെയും കൂടെ നമ്മളിത് ഉപയോഗിക്കുന്നതായിരിക്കും. സോ ഇപ്പോൾ നമ്മൾ ബ്രേക്ക് പോയിന്റ്സ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടെയ്നേഴ്സ് എന്താണെന്ന് പഠിക്കാം. ബൂട്ട്സ്ട്രാപ്പിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലേഔട്ട് എലമെൻ്റ് ആണ് കണ്ടെയ്നേഴ്സ് എന്ന് പറയുന്നത്.
സോ ഈ ഒരു ലേഔട്ട് എലമെൻറ്റിനുള്ളിലാണ് നമ്മൾ മറ്റു HTML എലമെൻറ്റ്സ് എല്ലാം കൊടുക്കുന്നത്, നമ്മുടെ കമ്പോണൻസും എല്ലാം കൊടുക്കുന്നത്. ഉദാഹരണമായി നമ്മുടെ ഹെഡിങ്സും പാരഗ്രാഫും ഇമേജസും അതുപോലെ ബട്ടൺസും മറ്റുമെല്ലാം കൊടുക്കുന്നത് നമ്മൾ ഈ ഒരു കണ്ടെയ്നർ എലമെൻറ്റിനുള്ളിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും. സോ ഈ കണ്ടെയ്നർ എന്ന് പറയുന്നത് റെസ്പോൺസീവ് ആണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ നമ്മുടെ സ്ക്രീൻ സൈസിനനുസരിച്ച് അതിൻ്റെ ലേഔട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇതിലാദ്യമായി വരുന്നത് കണ്ടെയ്നർ ക്ലാസ് ആണ്. സോ കണ്ടെയ്നർ ക്ലാസ്സിൻ്റെ ബ്രേക്ക് പോയിൻറ്റ്സ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. 576 പിക്സലിൽ കുറയുകയാണെങ്കിൽ അതിൻ്റെ മാക്സിമം വിഡ്ത്ത് എന്ന് പറയുന്നത് 100% ആയിരിക്കും. അതിൻ്റെ ബാക്കിയല്ല സ്മോളിലും മീഡിയമിലും ലാർജിലും എക്സ്ട്രാ ലാർജിലും ഡബിൾ എക്സലിലും എല്ലാം അതിൻ്റെ വിഡ്ത്ത് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഉദാഹരണമായി 1200 പിക്സൽ കൂടുതലാണെങ്കിൽ നമ്മുടെ സ്ക്രീൻ സൈസ് നമ്മുടെ ഈ കണ്ടെയ്നറിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1140 പിക്സലായിരിക്കും. ബാക്കിയെല്ലാം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. സോ നമുക്കിത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമുക്കിനി ഒരു കണ്ടെയ്നർ ക്ലാസ് ഉപയോഗിച്ചൊരു ഡെവലപ്മെൻറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മളൊരു ഡെവലപ്മെൻറ്റിനാണ് ഈ കണ്ടെയ്നർ ക്ലാസ് അസൈൻ ചെയ്യുന്നത്. നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ഇവിടെ വന്നതിന് ശേഷം ബോഡിക്കുള്ളിൽ വന്നതിന് ശേഷം നമ്മൾ ഒരു ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തതിനുള്ളിൽ അതിനുള്ളിൽ നമ്മളൊരു പാരഗ്രാഫ് എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുള്ളിൽ നമ്മൾ കണ്ടെയ്നർ ക്ലാസ് എന്ന് കൊടുക്കുന്നു. നമുക്ക് ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും കണ്ടെയ്നർ ക്ലാസ് എന്ന് നമുക്ക് നമ്മുടെ ബ്രൗസറിൽ ഇതുപോലെ ലഭിക്കുന്നു. സോ ഇനി നമ്മളിതിനെ കണ്ടെയ്നർ ക്ലാസ് ആക്കി ഒരു കണ്ടെയ്നർ ആക്കി മാറ്റണമെങ്കിൽ നമുക്കിത് നമ്മുടെ ബൂട്ട്സ്ട്രാപ്പിലെ കണ്ടെയ്നർ എന്ന് പറയുന്ന ക്ലാസ് അസൈൻ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഡെവലപ്മെൻറ്റിൽ വന്നതിന് ശേഷം നമ്മളിവിടെ ഇതിനൊരു ക്ലാസ് നെയിം കൊടുക്കുക. ആ ക്ലാസ് നെയിം നമ്മൾ കൊടുക്കേണ്ടത് കണ്ടെയ്നർ എന്നാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ പാടില്ല. സോറി, കണ്ടെയ്നർ എന്ന് പറയുന്ന ക്ലാസ് നെയിം കൊടുക്കുക. നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ പാടില്ല. സോ ഈ ഒരു കണ്ടെയ്നറിനെ ഓൾറെഡി നമ്മുടെ ബൂട്ട്സ്ട്രാപ്പ് ഫയലിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോപ്പർട്ടീസും സ്റ്റൈലും നമ്മുടെ കണ്ടെയ്നറിന് ലഭിക്കുന്നതായിരിക്കും. സോ ഇപ്പോൾ ഇത്ര കൊടുത്തതിന് ശേഷം നമ്മൾ സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രത്യേകിച്ച് മാറ്റമൊന്നും കാണില്ല. പക്ഷേ നമ്മൾ അത് റെസ്പോൺസീവ് ആണോ മറ്റോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ്. സോ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. സോ നമ്മൾ ചെയ്യേണ്ടത് നമ്മളിവിടെ ഒരു പുതിയൊരു CSS ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡറിൽ ഞാനിവിടെ style.css എന്ന് കൊടുക്കുന്നു. style.cssനുള്ളിൽ നമ്മൾ കണ്ടെയ്നർ ക്ലാസ്സിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നു. സോ ഞാൻ കണ്ടെയ്നർ ക്ലാസ് സെലക്ട് ചെയ്യുന്നു. കണ്ടെയ്നർ ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ ഈ ഒരു ഗ്രീൻ കളർ കൊടുക്കുന്നു. അതുപോലെ അതിൻ്റെ ഹൈറ്റ് നമുക്കൊരു 30 പിക്സൽ കൊടുക്കാം. ഹൈറ്റ് 30 പിക്സൽ കൊടുക്കുന്നു. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റങ്ങളൊന്നും വരില്ല. കാരണം നമ്മൾ ഈ CSS ഫയലിനെ നമ്മുടെ HTML ഫയലുമായി ലിങ്ക് ചെയ്തില്ല. സോ ഞാനിവിടെ വന്ന് ലിങ്ക് എലമെൻറ്റ് കൊടുക്കുന്നു. ലിങ്ക് CSS style.css എന്ന് പറയുന്ന പേര് നമ്മളിവിടെ കൊടുക്കുക. കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്റ്റൈൽ ഇതിന് ലഭിക്കുന്നു. സോ നമുക്കിതിൻ്റെ ഹൈറ്റ് ഒരു 50 പിക്സൽ ആക്കാം. 50 പിക്സൽ സേവ് ചെയ്യാം. സോ നമുക്ക് നമ്മുടെ കണ്ടെയ്നർ ഇവിടെ ലഭിച്ചു. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടീസ് എല്ലാം ഇതിന് ലഭിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. സോ നമ്മളിവിടെ പഠിച്ച ഈ ഒരു അതായത് ഇതിൻ്റെ റെസ്പോൺസീവ് ആയിട്ടുള്ള ഡിസൈൻ, ഈ റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി, അതായത് 1400 കൂടുകയാണെങ്കിൽ 1320 പിക്സൽ വിഡ്ത്ത് വേണം. അതുപോലെ 992 കൂടുകയാണെങ്കിൽ 960 പിക്സൽ വേണം അതിൻ്റെ വിഡ്ത്ത്. 576 കൂടുകയാണെങ്കിൽ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 100% ആയിരിക്കണം. സോ ഇവയെല്ലാം ഇതിന് ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കാം. സോ നമ്മളിവിടെ നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്യാം. ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1400 കൂടുതലാണ്. സോ താഴെ വന്ന് നമ്മുടെ ബോഡിയിൽ പോയതിന് ശേഷം നമ്മുടെ കണ്ടെയ്നർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ മാക്സിമം വിഡ്ത്ത് എന്ന് പറയുന്ന ഈ ഒരു സംഭവം കാണാൻ കഴിയും. സോ 1400 കൂടുതലാണെങ്കിൽ നമുക്ക് 1320 പിക്സൽ വേണം. സോ നമ്മളിപ്പോൾ ഇവിടെ 1400 കൂടുതലാണ്. സോ നമുക്കിവിടെ നമ്മുടെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1320 പിക്സലായി. സോ ഇനി നമ്മൾ ഓരോ ബ്രേക്ക് പോയിന്റ് എത്തുമ്പോഴും ഇവിടെ നിങ്ങൾക്ക് ഈ മാക്സിമം വിഡ്ത്ത് എന്ന് പറയുന്ന വിഡ്ത്ത് മാറുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ പഠിച്ച ഓരോ ബ്രേക്ക് പോയിന്റ് എത്തുമ്പോഴും ഇതിൻ്റെ വിഡ്ത്ത് മാറുന്നതായി നിങ്ങൾ കാണാൻ കഴിയും. അങ്ങനെയാണിത് റെസ്പോൺസീവായി മാറുന്നത്. സോ നമ്മൾ കുറക്കുകയാണ്. കാണാം ഓരോ ബ്രേക്ക് പോയിന്റ് എത്തുമ്പോഴും അതിൻ്റെ വിഡ്ത്ത് മാറിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കൽ 576 എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ വിഡ്ത്ത് 100% ആവുന്നതായിരിക്കും. അതുകൂടെ കാണാം വിഡ്ത്ത് 100% ആയി. 576 കുറഞ്ഞപ്പോൾ 100% ആയി. കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചതിനനുസരിച്ചിട്ടുള്ള ആ വിഡ്ത്ത് അതിന് ലഭിക്കുന്നു. 576 പിക്സലിൽ കൂടുതലാണെങ്കിൽ 540 പിക്സൽ ലഭിക്കുന്നു. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും 540 പിക്സൽ. സോ ഇതായ ബ്രേക്ക് പോയിന്റിനനുസരിച്ച് ഇതിപ്പോൾ റെസ്പോൺസീവായി പ്രവർത്തിക്കുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ കണ്ടെയ്നർ ക്ലാസ് എന്ന് പറയുന്നത്. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് കണ്ടെയ്നർ ഫ്ലൂയിഡ് ക്ലാസ് ആണ്. കണ്ടെയ്നർ ഫ്ലൂയിഡ് ക്ലാസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ
നമ്മുടെ ഏതൊരു ബ്രേക്ക് പോയിൻ്റ് ആണെങ്കിലും നമ്മുടെ സ്ക്രീൻ സൈസ് ഏതൊരു സൈസിലാണെങ്കിലും നമ്മളിവിടെ പഠിച്ച ബ്രേക്ക് പോയിൻറ്റ്സിലെ ഏതൊരു സൈസ് ആണെങ്കിലും ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 100% ആയിരിക്കും. അതായത് ലെഫ്റ്റ് ടു റൈറ്റ് 100% ഫുൾ വിഡ്ത്ത് ആയിരിക്കും ഇതിനുണ്ടായിരിക്കുക. നമ്മുടെ ഡിവൈസ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും സ്ക്രീൻ സൈസ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ബ്രേക്ക് പോയിൻറ്റ്സ് ഏതൊരു ബ്രേക്ക് പോയിൻറ്റ്സ് ആണെങ്കിലും ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 100% ആയിരിക്കും. സോ ഇത് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ഈ ഒരു ഡെവലപ്മെൻറ്റ് ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു, ശേഷം താഴെ പേസ്റ്റ് ചെയ്യുന്നു. സോ ഈ കണ്ടെയ്നർ എന്നതിന് ശേഷം കണ്ടെയ്നർ -fluid എന്ന് കൊടുക്കുക, ശേഷം സേവ് ചെയ്യുന്നു. സോ നമുക്ക് കണ്ടെയ്നർ ഫ്ലൂയിഡിന് കൂടി ഒരു സ്റ്റൈൽ കൊടുക്കേണ്ടതുണ്ട്. സോ സേവ് ചെയ്ത് ഞാൻ താഴോട്ട് പേസ്റ്റ് ചെയ്യുന്നു, ഞാൻ മുകളിലെ കോഡ് താഴോട്ട് പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം കണ്ടെയ്നർ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ക്ലാസ് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് ഒരു ഒരു ലൈറ്റ് ബ്ലൂ കൊടുക്കാം. ലൈറ്റ് ബ്ലൂ കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. സോ ഇപ്പോൾ നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം, നമ്മൾ മുകളിലേതാണ് കണ്ടെയ്നർ ക്ലാസ്, താഴെയുള്ളത് കണ്ടെയ്നർ ഫ്ലൂയിഡ് ക്ലാസ്. സോ കണ്ടെയ്നർ ഫ്ലൂയിഡ് എന്ന് എഴുതാം നമുക്കിവിടെ, കണ്ടെയ്നർ ഫ്ലൂയിഡ് ക്ലാസ്. സേവ് ചെയ്യാം. സോ കണ്ടെയ്നർ ഫ്ലൂയിഡ് ക്ലാസ് നമ്മൾ നേരത്തെ പഠിച്ചു, ഏതൊരു വിഡ്ത്താണെങ്കിലും അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഫുൾ വിഡ്ത്ത് ആയിരിക്കും. സോ നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് നമ്മൾ ഇതിൻ്റെ വിഡ്ത്ത് കുറക്കുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം കണ്ടെയ്നർ ക്ലാസ് അഡ്ജസ്റ്റ് ആവുന്നതായി കാണാൻ കഴിയും. പക്ഷേ കണ്ടെയ്നർ ഫ്ലൂയിഡ് ക്ലാസ് അത് ഏതൊരു വിഡ്ത്താണെങ്കിലും അതിൻ്റെ നമ്മുടെ സ്ക്രീൻ സൈസ് ഏതൊരു വിഡ്ത്തിലുള്ളതാണെങ്കിലും കണ്ടെയ്നർ ഫ്ലൂയിഡിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 100% ആയിരിക്കും. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ നമ്മൾ പഠിക്കുന്നത് കണ്ടെയ്നർ ബ്രേക്ക് പോയിൻറ്റ്സ് ആണ്. നമ്മൾ പറഞ്ഞ ഓരോ ബ്രേക്ക് പോയിൻറ്റ്സിനനുസരിച്ച് നമുക്ക് കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ നമ്മൾ കണ്ടെയ്നർ SM എന്ന് കൊടുക്കുകയാണെങ്കിൽ അത് 576 പിക്സലിൽ താഴെ ആകുമ്പോൾ മാത്രം അതിൻ്റെ ഫുൾ വിഡ്ത്ത് ലഭിക്കുന്നു. മറ്റു സൈസസ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഇവിടെ കൊടുത്തിട്ടുള്ള രീതിയിലുള്ള സൈസ് ലഭിക്കുന്നു. അതുപോലെ മീഡിയം നമുക്കിതുപോലെ കൊടുക്കാം, ലാർജ് കൊടുക്കാം, XL കൊടുക്കാം, XXL കൊടുക്കാം. അതിനനുസരിച്ചിട്ടുള്ള വിഡ്ത്ത് സൈസ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഒരു രീതിയിലുള്ള വിഡ്ത്ത് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഉദാഹരണമായി XXL കൊടുക്കുകയാണെങ്കിൽ 1200 പിക്സൽ ആവുന്നത് വരെ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 100% ആയിരിക്കും. സോ നമുക്ക് ഇവയെല്ലാം ഒന്ന് ചെയ്ത് നോക്കാം. സോ നമ്മൾ ആദ്യമായി കണ്ടെയ്നർ SM സ്മോൾ എന്ന് പറയുന്നത് കൊടുക്കുന്നു. സ്മോൾ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കണ്ടെയ്നറിൽ നിന്നും വലിയ വ്യത്യാസമില്ല. സോ നമുക്ക് സ്റ്റൈൽ കൂടി ഇവിടെ മാറ്റേണ്ടതുണ്ട്. കണ്ടെയ്നർ SM സേവ് ചെയ്യുന്നു, ഇൻസ്പെക്ട് ചെയ്യാം. നമുക്ക് വിഡ്ത്ത് കുറക്കുമ്പോൾ സാധാരണ കണ്ടെയ്നറിനെ പോലെ തന്നെയാണ്. 576 കുറയുമ്പോൾ മാത്രം ഇതിൻ്റെ വിഡ്ത്ത് 100% ആവുന്നു. സോ നമുക്കിവിടെ നോക്കിയാൽ കാണാം 576 കുറയുമ്പോൾ മാത്രം ഇതിൻ്റെ വിഡ്ത്ത് 100% ആവുന്നു. പിന്നെ വരുന്നത് മീഡിയം ആണ്. സോ മീഡിയം നമുക്ക് നോക്കാം. മീഡിയം നമ്മൾ കൊടുക്കേണ്ടത് ക്ലാസ് നെയിം കണ്ടെയ്നർ MD എന്നാണ്, കണ്ടെയ്നർ MD. സോ സ്റ്റൈൽ കൂടി നമുക്കിവിടെ മാറ്റി കൊടുക്കാം, കണ്ടെയ്നർ MD സേവ് ചെയ്യാം. സോ കണ്ടെയ്നർ MD നമുക്ക് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം. പിക്സൽ ആവുന്നത് വരെ, അതായത് 768 പിക്സൽ ആവുന്നത് വരെ അത് 100% വിഡ്ത്തായിരിക്കും. സോ നിങ്ങൾക്കിവിടെ കാണാം 768 പിക്സൽ ആവുന്നത് വരെ അത് 100% വിഡ്ത്തായിരിക്കും. അതിൽ കൂടുകയാണെങ്കിൽ നമ്മൾ ടേബിളിൽ കണ്ട പോലെയുള്ള ഒരു റെസ്പോൺസീവ് ഡിസൈൻ അതിന് ലഭിക്കുന്നതായിരിക്കും. അതുപോലെയാണ് LG സേവ് ചെയ്യാം. നമുക്ക് സ്റ്റൈലിൻ്റെ അവിടെ കൂടി സ്റ്റൈൽ ഷീറ്റിൽ കൂടി ചേഞ്ച് ചെയ്യാം LG. സോ LG നമുക്ക് നോക്കാം. വിഡ്ത്ത് കുറക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്റ്റൈൽ അതിന് ലഭിക്കുന്നു. ഒരിക്കൽ 992 ആയി കഴിഞ്ഞാൽ അതിന് ഫുൾ വിഡ്ത്ത് ലഭിക്കുന്നു. 992 കൂടുമ്പോൾ അതിൻ്റെ വിഡ്ത്ത് റെസ്പോൺസീവ് ആവുന്നു. അതുപോലെയാണ് LG കഴിഞ്ഞാൽ പിന്നെ വരുന്നത് XL ആണ്. XL അതുപോലെ നമുക്ക് ഇവിടെയും ചേഞ്ച് ചെയ്ത് കൊടുക്കാം. XL സേവ് ചെയ്യുന്നു. ഓക്കെ, ഇതിൻ്റെ നമുക്ക് നോക്കാം. 1200 പിക്സലിന് താഴോട്ടാണ് നമ്മുടെ സ്ക്രീൻ സൈസ് എങ്കിൽ ഇതിന് ഫുൾ വിഡ്ത്ത് ലഭിക്കുന്നു. ഓക്കെ, 1200 കൂടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു റെസ്പോൺസീവ് ഡിസൈൻ അതിന് ലഭിക്കുന്നു. സോ നമുക്കിവിടെ ടേബിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. XL 1200 വരെ 100% ലഭിക്കുന്നു. 1200 കൂടിയാൽ 1140 പിക്സൽ ലഭിക്കുന്നു. നമുക്ക് XXL കൂടി ചെക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് XXL എന്നാണ്. സേവ് ചെയ്യുന്നു. അതുപോലെ നമുക്ക് സ്റ്റൈൽ ഷീറ്റിലും XXL കൊടുക്കാം. XXL നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. വിഡ്ത്ത് 1400 കുറഞ്ഞാൽ അതിന് ഫുൾ വിഡ്ത്ത് ലഭിക്കുന്നു. 1400 കൂടുകയാണെങ്കിൽ മാത്രം അതിന് 1320 പിക്സൽ വിഡ്ത്ത് ലഭിക്കുന്നു. 1400 കൂടുകയാണെങ്കിൽ 1320 പിക്സൽ ലഭിക്കുന്നു. 1400 വരെ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 100% ആയിരിക്കും. ഇത്തരത്തിൽ നമുക്ക് ബ്രേക്ക് പോയിൻറ്റ്സിനനുസരിച്ചും ഓരോ ബ്രേക്ക് പോയിൻറ്റ്സിനനുസരിച്ച് നമുക്ക് സ്റ്റൈൽസ് നമ്മുടെ കണ്ടെയ്നറിൻ്റെ വിഡ്ത്ത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്.